ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയുടെ സ്വാഗതം കേട്ടോ. പിന്നെ നമ്മളപ്പൂവിനോടൊക്കെ വലിയ ഫിൽറ്ററൊക്കെ ഇട്ട് നമ്മൾ ചോദിച്ച കണ്ണപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂടെ അവനാണ് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അപ്പം നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസറാണ് ഉണ്ടാക്കണേ. കുറേ പേര് പറഞ്ഞു വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഒരു ചെറുതായിട്ട് ഇനി നമ്മൾ എന്തായാലും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ ഒരു എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്നതാണ് ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അല്ലേ. ആ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഞാനിതേപോലെ കണ്ണ പേപ്പറൊക്കെ വെട്ടിക്കൊട്ടി ഒട്ടിക്കുന്നുണ്ട്. പെയിൻറ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ് ഈ സാധനം ഉണ്ടാക്കുക, അത്രയും സിമ്പിളാണ്. പക്ഷെ പെയിൻറ്റ് ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണത് കേട്ടോ ഓരോ പണികൾ. അങ്ങനെ വശ തയ്ക്കുക, അങ്ങനെ നമ്മളതിൻ്റെ സൈസിന് ഓരോ പേപ്പേഴ്സും കട്ട് ചെയ്തെടുക്കുക. വലിയ ഇങ്ങനെ അറിഞ്ഞുകൂടാത്ത പണിയൊന്നുമില്ല. കുളമായി കഴിഞ്ഞാൽ നമ്മൾ പശയും പേപ്പറൊക്കെ പോകും. ഇത് ഏകദേശം കുളമായ മട്ടൊക്കെ തന്നെ. പിന്നെ നമ്മൾ കയ്യിലും ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യണില്ല. നമ്മളുണ്ടാക്കിയ സാധനമല്ലേ, ഇപ്പം നമ്മൾ നാലെടുത്ത് പൊക്കി പറയണ്ടേ. അപ്പം ഞാൻ ഒരുവിധം ഒരു ബോക്സ് ഒട്ടിച്ചിട്ടുണ്ട്. വലിയ വൃത്തിയൊന്നും എനിക്ക് തോന്നിയില്ല, വലിയ രസമൊന്നുമില്ല. എന്നാലും ഓർഗനൈസറല്ലേ, വലിയ ഭംഗിയാണെന്നൊന്നും ഇല്ല എന്ന് വെച്ചാൽ അങ്ങോട്ട് തുടങ്ങി. പിന്നെ സപ്പോർട്ട് ഫുള്ള് അപ്പുമായിരുന്നു. കുഴപ്പമില്ല ചേച്ചി, കുഴപ്പമില്ല, അതങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അവൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ബോക്സും ചിത്രത്തിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ നൂലിൻ്റെ റോൾസ് എടുക്കാം. ആ കഴിഞ്ഞ റോൾസ് പിന്നെ അമ്മ സ്റ്റിച്ച് ചെയ്യുന്ന ആളായതുകൊണ്ട് അമ്മയിൽ ഇങ്ങനത്തെ റോൾസൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ പേപ്പർ ചുറ്റിയെടുത്ത് അച്ഛൻ്റെ പശയാണ് ഫെവിക്വിക്ക് എടുത്തേക്കണത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒട്ടിക്കലൊക്കെ ഒട്ടിച്ചത്. മറ്റേ ഈ പശയില്ലെങ്കിൽ ഒട്ടിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ 4 കാലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പശ തേച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ബോക്സ് അങ്ങോട്ട് എടുത്ത് മുകളിൽ ഇട്ട് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, കാരണം അതൊന്ന് ഉണങ്ങി സെറ്റാവണ്ടേ. അതിൻ്റെ എൻ്റെ മൂലയ്ക്കിൽ ഞാൻ ഈ പശ ഇട്ട് ഇതാക്കണമെന്ന് വെച്ചാൽ, എനിക്ക് മുന്നേ ഒരു ഹോൾഡറിൻ്റെ അവിടെ ഗ്ലാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ കണ്ണനെ വെച്ചിട്ടുണ്ട് മാലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ മാലൊക്കെ ഇടാൻ വേണ്ടി കണ്ണനെ എടുത്തിട്ടുണ്ട്, കണ്ണനെ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇനി സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ താങ്ങാൻ പറ്റുന്നൊരു ഉറപ്പുള്ള സാധനം തന്നെയാണ്. പക്ഷേ ആയതുകൊണ്ട് ഇങ്ങനെ ഉറപ്പിൽ നിൽക്കണം. അപ്പോൾ ഞാൻ എന്തായാലും സെറ്റ് ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട്, പെയിൻറ്റ് അടിച്ചിട്ട് ഇനി അത് ചെയ്യാം. ഓക്കെ, ബൈ.